ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നതെന്ന്. ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആക്ച്വലി ഇപ്പോൾ മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാതെ കണ്ണെഴുതിയിട്ടില്ല, ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല, പൊട്ടും ഇട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ അമ്പലത്തിൽ ഇപ്പോൾ ഉത്സവം നടക്കാട്ടോ. ഞാൻ അതിൻ്റെ വ്ലോഗ് എടുക്കുന്നുണ്ട്. 10 ദിവസം ഉത്സവമുണ്ട്. അപ്പോൾ 10 ദിവസത്തെ കുറച്ച് കാര്യങ്ങളായിട്ടുള്ള വ്ലോഗ് എടുക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു സെപ്പറേറ്റ് വ്ലോഗാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അമ്പലത്തിൽ നാട്ടുകാരുടെ പരിപാടിയാണ്. അപ്പോൾ എൻ്റെ ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. ഞാൻ മോഹിനിയാട്ടമാണ് ചെയ്യുന്നത്. ഇത് ഞാൻ വ്ലോഗ് ആക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് മോഹിനിയാട്ടമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ കഴിഞ്ഞൊരു 6 വർഷം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6 വർഷം മുമ്പാണ് ഞാൻ മോഹിനിയാട്ടം കളിച്ചത്. ലാസ്റ്റ് 10th-ലോ 11th-ലോ എന്തോ പഠിക്കുമ്പോഴാണ് ഞാൻ മോഹിനിയാട്ടം കളിച്ചത്. അതിനുശേഷം ഞാൻ മോഹിനിയാട്ടം ഇതേവരെ പെർഫോം ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ മോഹിനിയാട്ടമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കൂടാതെ ഈ കോവിഡിന് ശേഷം ഞാൻ ഒട്ടും കളിച്ചിട്ടില്ല, ലൈക്ക് പ്രാക്ടീസ് പോലും ചെയ്തിട്ടില്ല മോഹിനിയാട്ടം. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു വ്ളോഗായിട്ട് സൂക്ഷിക്കാമെന്ന്. ഇന്ന് എന്താ പറയുക, കുറേ നാൾക്ക് ശേഷം മോഹിനിയാട്ടം കളിക്കാൻ പോവാണ്. അപ്പോൾ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഞാൻ കുറേ ഡാൻസ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നൊരു വ്ളോഗ് ഇടാൻ എനിക്ക് പറ്റിയിരുന്നില്ല. കാരണം നമ്മൾ ഗ്രൂപ്പായിട്ട് കളിക്കുമ്പോൾ ഓരോ തിരക്കും, നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം വരില്ല. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എൻ്റെ മേക്കപ്പ് ചെയ്യുന്നതും ഡ്രസ്സ് സ്റ്റൈൽ ചെയ്യുന്നതും മുടി കെട്ടുന്നതും ഇതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഇങ്ങനത്തെ ഡാൻസ് വ്ലോഗൊക്കെ ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എന്താ പറയുക, ഒരു ഡാൻസർ എന്തിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്, എത്ര നേരം മേക്കപ്പ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് സാഡസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പോൾ 3 മണിക്കാണ് മേക്കപ്പ് മാൻ വരുന്നത്. അപ്പം അമ്മ വീട്ടിലേക്കാണ് കേട്ടോ വരുന്നത്. അപ്പം ഞങ്ങൾ അവിടേക്ക് പോവും. അപ്പോൾ ഒരു 1:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം പപ്പയ്ക്ക് ആ സമയം നോക്കി വേണം, പപ്പയുടെ ബ്രേക്കിൻ്റെ സമയം നോക്കി വേണം വരാൻ, എന്നെ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സിൽ അറ്റൻഡൻസ് എടുക്കും. ഇപ്രാവശ്യമൊക്കെ ഓൺലൈൻ ക്ലാസ് ആയാലും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ്. പേര് വിളിച്ചും ചിലവർ ക്യാമറ ഓൺ ചെയ്യാൻ പറയും, അറ്റൻഡൻസ് എടുക്കും. അപ്പോൾ അതൊക്കെ ഒരു റിസ്ക്കാണ്. 4:30 വരെ ക്ലാസ് ഉണ്ട്. അപ്പോൾ എനിക്ക് പോകുന്ന വഴിയും കേൾക്കേണ്ടി വരും, അവിടെ ചെന്നിട്ടും കേൾക്കേണ്ടി വരും. അതായത് മേക്കപ്പിൻ്റെ ഇടയ്ക്ക് കൂടി ക്ലാസ് കേൾക്കേണ്ടി വരും അറ്റൻഡൻസ് കിട്ടണമെങ്കിൽ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ടാണ്. ചിലപ്പോൾ ഞാൻ ക്ലാസ്സിൽ കയറില്ല ലാസ്റ്റ് അവർ, അല്ലെങ്കിൽ നമുക്ക് നോക്കാം, അപ്പോഴത്തെ സാഹചര്യം പോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് പോവാം. ഇപ്പം സമയം 12:45 ആയി. ഇപ്പം ശരിക്കും 12:45 ക്ലാസ് ഉണ്ട്. അപ്പം ഞാൻ വേഗം ക്ലാസ്സിൽ കയറാൻ പോവാണ്. അപ്പം ഞാൻ അതിന് മുമ്പ് ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടി. ഇപ്പം ഞാൻ ഇൻട്രോ എടുത്ത് വെച്ചതാണ്. ഒരു 1:30 ആകുമ്പോഴാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ ചേച്ചാ, ഞാനപ്പോൾ 12:40 ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ പപ്പ വിളിച്ചു. അപ്പോൾ ആ ക്ലാസ് കഴിഞ്ഞ ഉടനെ അടുത്ത ക്ലാസ് തുടങ്ങാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വണ്ടിയിലിരുന്നിട്ടാണ് ഞാൻ അടുത്ത ക്ലാസ് തുടങ്ങിയത്. കാരണം മിസ് ലിങ്ക് ഇട്ടിരുന്നു. പക്ഷേ സ്റ്റാർട്ടായത് അമ്മ വീട്ടിലെത്തിയ പിന്നെയാണ് കേട്ടോ. നമ്മൾ ഇറങ്ങാണ്. 4 പീരീഡ് കഴിഞ്ഞു. ഇനി 3 പീരീഡും കൂടി ഉണ്ട്. അത് എത്രത്തോളം കയറാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ പോണ വഴി എനിക്ക് മുല്ലപ്പൂവൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അടുത്തവർ കയറാൻ പറ്റുമെന്ന് സംശയമാണ്. നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ എത്തി. എനിക്ക് മുല്ലപ്പൂ വാങ്ങിക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ക്ലാസ്സിൽ കയറിയേക്കായിരുന്നു. അപ്പോൾ ഫോണിൽ ക്ലാസ് വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഇനി 2 ക്ലാസ്സും കൂടി ഉണ്ട്. അതെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും അറ്റൻഡ് ചെയ്യണം. പറ്റുമോയെന്ന് നോക്കാം. ഇതാണ് കേട്ടോ ഡ്രസ്സ്, ഓർണമെൻറ്റ്സൊക്കെ. കുറേ നാൾക്ക് ശേഷം മോഹിനിയാട്ടം ഡ്രസ്സ് കാണുമ്പോൾ ഒരു സന്തോഷം. ഇത് വലിയ മാല, ഇത് ഇളക്കത്താലി, കമ്മൽ, മാട്ടി, സൂര്യനും ചന്ദ്രനും, ചുട്ടി. പിന്നെ നമ്മുടെ ഡ്രസ്സിൽ ബ്ലൗസ് ഉണ്ട്, സാരി ഉണ്ട്. പിന്നെ ഇതൊരു പാവാട പോലെ ഉടുക്കുന്നതാണ് കേട്ടോ ഇത്. പിന്നെ വലിയ ഫാനുണ്ട്, ചെറിയ ഫാനുണ്ട്, അരപ്പട്ട.
മേക്കപ്പ് മാൻ എത്തി. അപ്പം ഞാൻ ദക്ഷിണ കൊടുത്തിട്ട് മേക്കപ്പിന് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹരിമാഷാണ് മേക്കപ്പിന് വന്നത്. ഞാൻ ഹരിച്ചേട്ടനാട്ടോ വിളിക്കാറ്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ എല്ലായിടത്തും നിരത്തി വെക്കുകയാണ്, നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഫൗണ്ടേഷൻ, പാൻ കേക്ക് അങ്ങനെ എന്തൊക്കെയാണ്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്നായിരുന്നു, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. പക്ഷെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, മൾട്ടി ടാസ്കിങ് ആയിരുന്നു ഞാൻ. അതുകൊണ്ട് എനിക്ക് ഫോൺ അടുത്ത് വെച്ചേക്കണോണ്ട് അതിൻ്റെ വോയിസും ഒക്കെ കൂടി വന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഓരോന്നൊക്കെ സംസാരിച്ചിട്ടാട്ടോ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കണേ. കുറേ വിശേഷങ്ങളൊക്കെ പറയും. പിന്നെ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കാര്യമൊക്കെ പറയാണ്. എൻ്റെ കയ്യിൽ ഫോൺ ഇരിപ്പുണ്ട്, ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഓൺ ദ വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്സുമാർ പറയുന്നത് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഐ മേക്കപ്പാണ്. അപ്പോൾ ഐ മേക്കപ്പ് ഐ ഷാഡോ ഫസ്റ്റ് ഇടും, അതിനുശേഷം കണ്ണെഴുതും മുകളിലും താഴെയും. അപ്പോൾ ഒരു ഡാൻസ് മേക്കപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഐ മേക്കപ്പ്. അത് ഇപ്പോൾ ഡാൻസ് അല്ലെങ്കിൽ തന്നെ ഏതൊരു മേക്കപ്പിലും ഐ മേക്കപ്പ് ഒരു വേറെ തന്നെ ലുക്ക് കൊണ്ടുവരും. പക്ഷെ ഡാൻസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ കണ്ണുകൊണ്ടാണല്ലോ എല്ലാം നടക്കുന്നത്. കുറേ എക്സ്പ്രഷൻസ് ആയാലും നോട്ടമായാലും എല്ലാം ആയാലും. അപ്പോൾ അതുകൊണ്ട് കണ്ണൊരു മെയിൻ പാർട്ട് തന്നെ ഡാൻസേഴ്സിൻ്റെ ഒരു പ്രോഗ്രാമിൽ വഹിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണ് നല്ലോണം നല്ല ഡാർക്കായിട്ട് എഴുതും മുകളിലും താഴെയായിട്ട്. അടുത്തത് നമ്മൾ കണ്ണ് എഴുതി കഴിഞ്ഞിട്ട് പുരികത്തിലേക്കായിട്ടോ. പുരികം ഞാൻ നല്ലോണം ഷേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ 2 ദിവസം മുമ്പ് തന്നെ പോയി ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി എളുപ്പമായിരുന്നു പുരികം എഴുതാൻ. അല്ലെങ്കിൽ നമുക്ക് ഗമ്മൊക്കെ തേക്കേണ്ടി വരുമായിരുന്നു. ഗമ്മ് തേച്ച് കഴിഞ്ഞാൽ അത് കഴുകുമ്പോൾ ഭയങ്കര പാടാണ്, നമ്മുടെ പുരികമൊക്കെ കൊഴിഞ്ഞു പോകും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിലും കട്ടിയുള്ള കുറേ നല്ല പുരികം ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഈ ഗമ്മ് തേക്കണോണ്ട് എന്നെ ഇങ്ങനെ കൊഴിഞ്ഞു പോകുമായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഞാൻ എപ്പോഴും ഡാൻസ് പ്രോഗ്രാമിന് മുമ്പേ തന്നെ പോയി ത്രെഡ് ചെയ്യും, അതാവുമ്പോൾ എളുപ്പമാണ്. പിന്നെ നമ്മൾ പൊട്ട് വയ്ക്കുകയാണ്. മോഹിനിയാട്ടത്തിൻ്റെ പൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വട്ടപ്പൊട്ടായിരിക്കും. ഭരതനാട്യത്തിനും കുച്ചിപ്പുടിക്കും നമ്മൾ ഗോപി പൊട്ട് വയ്ക്കും, പക്ഷെ വട്ടപ്പൊട്ട് വയ്ക്കും ചില സമയത്ത്, അങ്ങനെ മാറി മാറി വയ്ക്കും. പക്ഷേ മോഹിനിയാട്ടത്തിന് എപ്പോഴും വട്ടപ്പൊട്ടായിരിക്കും. പിന്നെ നമ്മൾ മുകളിൽ മഞ്ഞക്കുറി തൊടാണ്, അതും ഒരു മസ്റ്റാണ് മോഹിനിയാട്ടത്തിന്. അപ്പോൾ നമ്മുടെ ഫേസ് മേക്കപ്പ് ഏകദേശം തീർന്നു. ഇനി അവസാനത്തെ കുറച്ച് ടച്ചപ്പും ലിപ്സ്റ്റിക്കും മാത്രമേ ഉള്ളൂ. അത് ഏറ്റവും അവസാനമായിരിക്കും ചെയ്യുക, എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ തീർന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ക്ലാസ് കേൾക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, നമ്മുടെ ഫേസ് കഴിഞ്ഞു. ലിപ്സ്റ്റിക്ക് ഇടാനുണ്ട്, അത് അവസാനം ഇടാം. നമ്മൾ മുടി കെട്ടാൻ പോവാണ്. മുടി കെട്ടലൊരു ടാസ്ക് ആയിരിക്കും, കാരണം ഞാൻ മുടി വെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുടി കെട്ടാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ മോഹിനിയാട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈഡിലേക്കാണ് മുടി കെട്ടുന്നത്. കുറച്ച് കഷ്ടപ്പാട് ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഞാൻ ഫ്രണ്ടിലൊക്കെ ബാങ്ക്സ് പോലെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മുടി, ബാക്കിലും കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമുണ്ടായില്ല, സ്ലൈഡൊക്കെ വെച്ച് സെക്യൂർ ചെയ്ത് തന്നു ഹരിച്ചേട്ടൻ. പിന്നെ നമ്മൾ സൈഡിലേക്കാണ് കെട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ്. എന്നുവെച്ചാൽ ഭരതനാട്യത്തിനൊക്കെ നമ്മൾ മിഡിലായിരിക്കും കെട്ടുക, പക്ഷേ ഇത് സൈഡിലേക്കാണ്. അപ്പോൾ നമ്മുടെ വെയിറ്റ് മുഴുവൻ ഒരു സൈഡിലേക്ക് വരും, അതായത് ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ കെട്ടുന്നത്. അപ്പോൾ വെയിറ്റ് ഫുൾ അവിടേക്ക് വരും.
പക്ഷേ എന്താ പറയുക, ഭരതനാട്യം വെച്ച് നോക്കുമ്പോൾ അത്ര വെയിറ്റ് ഉണ്ടാവില്ല. കാരണം അത്ര സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡ്രസ്സ് ഇടാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. മോഹിനിയാട്ടത്തിൻ്റെ ഡ്രസ്സ് ഞാൻ കുറേ നാൾക്ക് ശേഷം ഇടാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഓർണമെൻറ്റ്സ് ഇടാണ്. ആദ്യം മാല ഇടും 2 എണ്ണം, അതിനുശേഷം ചുട്ടി മാട്ടി സംഭവങ്ങളൊക്കെ വയ്ക്കുകയാണ്. അത് വയ്ക്കുമ്പോഴാണ് കുറച്ച് പെയിൻ വരാം. കാലിലും ആൾട്ട ഇടും കേട്ടോ. ആൾട്ട എന്തായാലും ഇടണം, കാരണം നമ്മൾ കൈയൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ കാണുന്നതല്ലേ. അപ്പോൾ സാധാരണ റൗണ്ടിലാണ് ഇടാറ്. ഇന്നിപ്പോൾ വേറൊരു ഡിസൈനിലായിട്ട് ഇട്ടേക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് ടച്ചപ്പിലേക്ക് കടന്നു. അതിൻ്റെ ഒപ്പം തന്നെ ലിപ്സ്റ്റിക് കൂടാണ്. ലിപ്സ്റ്റിക്ക് ഏറ്റവും അവസാനമായിട്ടോ ഇടുക, കാരണം നമ്മൾക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെയാണ് ഇടുക. അപ്പോൾ കഴിഞ്ഞ് തിരിച്ച് പാക്ക് ചെയ്യാണ്. ഇതാണ് ഹരിച്ചേട്ടൻ, എന്നെ കുഞ്ഞിലി മുതൽ മേക്കപ്പ് ചെയ്യുന്ന ചേട്ടനാണ്. വർഷമായി മേക്കപ്പ് നമ്മൾ ചെയ്തിട്ട്? 15 വർഷമായിട്ടോ എന്നെ മേക്കപ്പ് ചെയ്യുന്ന ആളാണ്. അതിൻ്റെതായ ആ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അതന്നെ, ഇത്ര ഫേമസ് ആയി എന്നെ മേക്കപ്പ് ചെയ്യാൻ പറ്റിയത് ഭാഗ്യല്ലേ അല്ലേ?
അതെ അതെ, ഫേമസ് മേക്കപ്പ് മാൻ. എല്ലാവർക്കും വിളിക്കാൻ വേണമെങ്കിൽ. ഇപ്പോൾ ആർക്കെങ്കിലും മേക്കപ്പിന് ആവശ്യമുണ്ടെങ്കിൽ എന്നെ സമീപിച്ചാൽ മതി. ഞാൻ ഹരിച്ചേട്ടൻ്റെ നമ്പർ തരുന്നതായിരിക്കും. പ്രമോഷനാണ്, പെയ്ഡ് പ്രമോഷൻ അല്ല കേട്ടോ. ഹരിച്ചേട്ടൻ്റെ മോളും ഞാനും ഒരു പ്രായമാണ്. ഇനി കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പോവാട്ടോ. അല്ല അങ്ങനെ ഏതെങ്കിലും പോസ്റ്റായിട്ട് ആ യെസ്. ചിലക്കിട്ടോ ഇവിടെ പ്രോഗ്രാമിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചുമ്മാ സെൽഫി ഒക്കെ എടുത്തിരിക്കുകയാണ്. 8 മണിക്കായിരുന്നു പരിപാടി പറഞ്ഞിരുന്നത്, അത് കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ളതാണിത്. മോഹിനിയാട്ടത്തിലുള്ള ഗാന്ധാരി വിലാപം എന്ന് പറഞ്ഞ ഒരു ഐറ്റമാണ് ഞാനിന്ന് പെർഫോം ചെയ്തത്. ഗാന്ധാരി എന്ന് പറയുന്നത് നമ്മുടെ പുരാണത്തിലുള്ള ഒരു കഥാപാത്രമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട് എടുത്തത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഡാൻസ് വ്ലോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.